ശ്രീ ജിൻഡോ ജോൺ, സർക്കാരിന്റെ നയം പ്രഖ്യാപിക്കേണ്ടത് ഗവർണറാണ്, അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ തന്റെ ആ ഉത്തരവാദിത്തം ചെയ്തു എന്ന് വരുത്തതേ ഉള്ളൂ. സാങ്കേതികമായി അദ്ദേഹം നയപ്രഖ്യാപനം നടത്തിയോ എന്ന് ചോദിച്ചാൽ നടത്തി, പക്ഷെ അത് 1 മിനിറ്റും 17 സെക്കൻഡും മാത്രമേ നീണ്ടു നിന്നുള്ളൂ. ഈ കാര്യത്തിൽ UDF ആരുടെ പക്ഷത്താണ്? സർക്കാരിന്റെ നയം എൻ്റെ വാക്കുകളിലൂടെ അല്ലെങ്കിൽ എൻ്റെ വായിലൂടെ കേൾക്കണ്ട എന്നൊരു ഗവർണർ തീരുമാനിക്കുമ്പോൾ അവിടെ ഗവർണറെ പിന്തുണയ്ക്കാൻ കഴിയുമോ? അല്ല അഭിലാഷേ, ഈ കാര്യത്തിൽ UDF-ഉം കോൺഗ്രസും ഒക്കെ ഗവൺമെന്റിനോടൊപ്പോ അല്ലെങ്കിൽ ഗവർണറോടൊപ്പോ അല്ല. ഞങ്ങൾ വ്യത്യസ്തമായ ഒരു നിലപാടാണല്ലോ സ്വീകരിച്ചത്. ഗവർണർ അങ്ങനെ 1 മിനിറ്റും 17 സെക്കൻഡിൽ നയപ്രഖ്യാപനം അവസാനിപ്പിച്ച് കടന്നുപോയപ്പോൾ അതിനെതിരെ ആദ്യം പ്രതിഷേധിച്ചതും അത് ശരിയായ രീതിയല്ല എന്ന് പറഞ്ഞതും UDF-ന്റെ അംഗങ്ങൾ പ്രതിപക്ഷ അംഗങ്ങളല്ലേ. അത് കുഴപ്പമില്ല, ചിലപ്പോൾ ആരോഗ്യ പ്രശ്നം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനെ മൈൽഡാക്കാൻ നോക്കിയത് ആരാ? സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകളാണ്. എത്രയോ മണിക്കൂറുകൾ കഴിഞ്ഞിട്ട് EP ജയരാജനെ പോലുള്ള ആളുകളൊക്കെ അതിലൊരു പ്രതിഷേധമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നത്. അപ്പോൾ ഗവർണർ അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ പദവിയിൽ ഇരുന്നു കൊണ്ട് ഉത്തരവാദിത്വം നിറവേറ്റി എന്ന് പറഞ്ഞാൽ അത് വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ആ എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെയാണ്. ഓക്കെ, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞ പോലെ കേരളത്തിലെ ജനങ്ങളുടെ പ്രതിനിധികളായിട്ടുള്ള ഈ ജനപ്രതിനിധികളെ അഡ്രസ്സ് ചെയ്യാൻ എനിക്ക് അഭിമാനമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അഭിമാനമുള്ള ഒരാൾ ചെയ്യേണ്ട രീതിക്കായിരുന്നോ അത് ചെയ്തത് എന്ന് നമുക്ക് വലിയ സംശയമുണ്ട്. കാരണം അങ്ങനെയാണെങ്കിൽ പിന്നെ ഗവർണർ വന്നത് പ്രഖ്യാപിക്കേണ്ട പോലും കാര്യമില്ലല്ലോ. അത് ആളുകൾക്കെല്ലാം പത്രക്കാർക്ക് കൊടുത്ത് ചാനലുകാർക്കും കൊടുത്ത് നേരിട്ട് വായിച്ചാൽ മതിയല്ലോ. അപ്പോൾ ആ കടത്ത് കഴിക്കുന്ന പോലെ ഒരു പരിപാടി നടത്തി കടന്നു പോയപ്പോൾ പ്രതിപക്ഷത്തിന് അതിൽ എതിർപ്പുണ്ട്. അത് ശരിയായ രീതിയല്ല. ഗവർണർ സർക്കാരും തമ്മിൽ കുറേ കാലമായിട്ട് നടക്കുന്ന ചക്രത്തി പോരാട്ടത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈഗോ ഉണ്ടെങ്കിൽ ആ ഈഗോ ഭരണഘടനാപരമായ പദവിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിർവഹിക്കുന്നതിൽ, ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ കൊണ്ടുവരാൻ പാടില്ല. ഇത് LKG കുട്ടികളെ പോലെ വഴക്ക് കൂടുന്ന ആളുകളെ പോലെ മുഖ്യമന്ത്രിയും ഗവർണറും പൂച്ചണ്ട് കൊടുക്കുമ്പോൾ തെക്കോട്ടും വടക്കോട്ടും നോക്കി നിൽക്കുന്നു, അല്ലെങ്കിൽ പരസ്പരം മിണ്ടുന്നില്ല. ഇത് എത്രയോ പ്രായമായ ആളുകളാണ്, പരിണിതപ്രജ്ഞരായ രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ. ഇവർ എത്രയോ കാലത്തെ രാഷ്ട്രീയ പ്രവർത്തന പാരമ്പര്യമുള്ള ആളുകളാണ്. മോശമല്ലേ? ചെറിയ SFI-ക്കാരും KSU-ക്കാരോ അല്ലെങ്കിൽ ABVP-ക്കാരോ ഒക്കെ ചെയ്യുന്നെങ്കിൽ നമ്മൾ ആ രീതിയിൽ കാണാം. ഇത് തീരെ ഒരു രാഷ്ട്രീയമായിട്ടുള്ള പക്വതയ്ക്ക് ചേർന്ന നിലപാടല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഗവർണറുടെ ഭാഗത്തുനിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് എനിക്ക് പറഞ്ഞു. ശരി.